സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാടെന്ന് ആവർത്തിച്ച ഇ.ഡി. 18 സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകുന്നു. വായ്പക്കാരുടെ അറിവോടെയും അല്ലാതെയുമാണ് നിയമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കുന്നതെന്നും ഇ.ഡി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാടെന്ന് ഇ.ഡി ആവർത്തിച്ചിരിക്കുകയാണ് കോടതിക്ക് മുൻപാകെ. കൂടുതൽ വിവരങ്ങൾ. വിവിധ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് സംസ്ഥാനത്തെമ്പാടും ഏകദേശം വലിയ രീതിയിൽ, അതായത് മിക്ക സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖാമൂലം തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 18ഓളം സഹകരണ സംഘങ്ങളിൽ നിലവിൽ ഇ.ഡിയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. 18 സഹകരണ സംഘങ്ങൾക്കെതിരെ ECR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നും ഇ.ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പകൾ നിയമവിരുദ്ധമായിട്ട് അനുവദിക്കുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായിട്ട് വായ്പകൾ അനുവദിക്കുന്നത് വായ്പക്കാരുടെ അറിവോടെയും അറിവില്ലാതെയുമാണ്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് വായ്പകൾ അനുവദിച്ചതിന് ശേഷം അതിന്റെ അടവ് മുടങ്ങുന്ന സമയത്ത് തിരിച്ചടവ് അത് നേടിയെടുക്കാനോ അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുവാനായിട്ടുള്ള നടപടികൾ ഈ ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. നിയമവിരുദ്ധമായിട്ട് നിരവധി വായ്പകൾ അനുവദിക്കപ്പെടുന്നുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ പരിധിക്ക് വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘങ്ങൾക്ക് നിശ്ചിത പരിധിയുണ്ട്. ആ നിയമപരമായിട്ടുള്ള പരിധിക്ക് അപ്പുറം കടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വായ്പകൾ അനുവദിക്കുന്നതെന്നും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഇ.ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിക്ഷേപകർക്ക് യാതൊരു തരത്തിലും ആശങ്ക വേണ്ട. ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയമവിരുദ്ധമായിട്ട് വെച്ചിരിക്കുന്ന ഈ നിക്ഷേപങ്ങൾ അത് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇ.ഡി രേഖാമൂലം തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള നിക്ഷേപകൻ നൽകിയ ഹർജിയിലാണ് ഇ.ഡി ഏതൊക്കെ വിധത്തിലാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും എത്ര കേസുകൾ സംസ്ഥാനത്തെമ്പാടും രജിസ്റ്റർ ചെയ്തുവെന്നുമുള്ള കാര്യത്തിൽ ഒരു രേഖാമൂലം ഹൈക്കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെമ്പാടും സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വ്യാപക കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്നാണ് ഇ.ഡിയുടെ രേഖാമൂലമുള്ള മറുപടി. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.